ഇതെന്നാണ് സ്കൂള്? ഇതെന്നാണോ സ്കൂള്? അതെന്താണ്ടല്ലേ റിസോർട്ട് പോലെയുണ്ടല്ലോ. എന്തൊരു വലിയ സ്കൂളാണല്ലേ. ആ അതാ ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ സ്കൂളിൽ വരുമ്പോ ഈ വേഷത്തിൽ വരരുതെന്ന്. ആ കുര്യാക്കോസിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അങ്ങനെ ആ കോട്ട് തന്നത് അതിട്ടോണ്ട് വരാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ കുര്യാക്കോസന്റെ കോട്ട് ഒന്നും ഇണ്ടായിരുന്നേ. കുര്യാക്കോസന്റെ കോട്ട് വെച്ച് മഴക്കോട്ട് ഇട്ട പോലെ ഇത്ര കിടക്കും. അതിട്ടാണോ ഞാൻ വന്നത്? നീ പോകുന്നു. ഈ സ്കൂളിന്റെ സ്റ്റാൻഡിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരണം. എന്റെ കാലിലോട്ടൊന്ന് നോക്കി. അയ്യോ ഇതാരും ചിലപ്പോ ഷേർലിയുടെ എന്റെ പൊന്നടി ചേർന്ന് ചെരുപ്പം മാറ്റിട്ട് അതിനകത്ത് വല്ല കല്ലിയാടി പോയി എത്ര വീട് കേട്ടാലാണെന്നറിയാം അതിന്റെ കല്ല് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന എനിക്ക്. അതൊക്കെ ഇവിടെ എന്നെ മുടിപ്പിച്ചാണ് ഇങ്ങോട്ട്. ഇവിടുത്തെ ടീച്ചർ കുഞ്ഞിനോട് ചോദിക്കും പേരെന്താന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? ചിന്നു. അങ്ങനെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോ കിറുക്കിട്ട് ഞാൻ കുത്തും. പിന്നെ അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ അവർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം. ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ? എന്നെ മാറ്റാൻ നന്നായി മോനെ. എന്നാ ഫെർണാണ്ടസ് വിളിച്ചോ, ഞാൻ വിളിയേട്ടാ പോലെ. ഓക്കെ എന്നാ ശരി. ഗുഡ് മോർണിംഗ്. ഹലോ പ്രിൻസിപ്പൾ ആണോ സാറേ? പ്രിൻസിപ്പൽ സാർ എന്നാ? ഹലോ പ്രിൻസിപ്പൽ സാറാണോ? അല്ല, പിന്നെ പ്രിൻസിപ്പൾ വരും. സാറാരാ? ഞാൻ ഡ്രൈവറാ. ഏതാ? ഇവിടുത്തെ സ്കൂളിന്റെ ഡ്രൈവറാ. സ്കൂളിന്റെ ഡ്രൈവറാണ്. എന്റെ താക്കോല് പോയി തപ്പുവാ. ഇതാണോ? ബസ്സിന്റെ താക്കോല. കണ്ണ് കാണാനും പാടില്ല കേട്ടോ സ്കൂളിന്റെ ഡ്രൈവർക്ക്. നിങ്ങൾ അഡ്മിഷൻ വന്നാ? ഞങ്ങൾ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി വന്നാ. എത്ര വർഷമായി സ്കൂളില്? ഞാൻ 20 വർഷമായി. 20 വർഷമായിട്ട് സ്കൂളിലുണ്ട്. ഇവിടെ ഉണ്ട്. കണ്ണ് കാണാൻ പാടില്ല. ഇതിനും കൊച്ചുങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ വണ്ടിയിൽ പോകുമ്പോൾ ആക്സിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം എന്നെ വല്ല ടയർ പഞ്ചറായത് വല്ല അങ്ങനെ വല്ല ആണോ? അങ്ങനൊന്നുമില്ല, അതൊക്കെ നിസ്സാര കേസല്ലേ. പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായിപ്പോയി. എന്റെ ദൈവമേ, കൊച്ചിനെ എങ്ങനെ ധൈര്യപ്പെട്ട് കൂടി. അതെ ഒരു സ്കൂൾ ബസ് മറ്റേ തരികട ആയി പോയത് തൽപ്പനായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ പറ്റിയിട്ടുണ്ടാവും? എതിരെ വന്ന പാർട്ടിക്ക് നിൽക്കുമായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. കുറച്ച് തൊലി പോയി. അപ്പൊ അത് എന്നത്തിന്റെ ഇടിച്ചത്? മഹാഗണി സൈഡിൽ നിന്ന് മഹാഗണി വലിയ മരവിൽ അതിനൊക്കെ ഇടിച്ചത്. അതിന്റെ അടിച്ചത്? അതിനൊക്കെ ഇടിച്ചത്. അത് ശരി. അപ്പൊ അതിന്റെ കേസോ കാര്യങ്ങളോ വല്ലോ? മഹാഗണിയോട് ഞാൻ എന്നാ കേസ് പറയാനില്ല. ഒരു കേസില്ല, അത് വലിയ മഹാഗണിയായി പോയി. ആ കേസ് പറഞ്ഞാല് കേസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കണു സ്പീഡില്. ചേട്ടനാ? ഞാനാ? കൊച്ചിന് വല്ല മാറിയായിരിക്കും. ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഫോൺ വിളിച്ചാൽ വണ്ടി ഓടിച്ചു. എന്റെ കൊച്ചിനെ അറിയത്തില്ല. ചെയ്തോണ്ട് വണ്ടി ഓടിച്ചാൽ അതൊക്കെ തെറ്റല്ലേ? എന്റെ മക്കളാണ് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ അങ്ങനെ ചെയ്യത്തില്ല. അലറണ്ട. കൊച്ചു നുണ പറയത്തില്ല. കൊച്ചു പറഞ്ഞു സംഭവം ശരിയായിരിക്കും. പക്ഷെ ഞാൻ ആരെയും ഫോൺ ചെയ്യത്തില്ല. എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ അറ്റൻഡ് ചെയ്യണം. എനിക്കാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലായിരിക്കുന്നവനാ ഞാൻ. ഇത് ഈ തവണ വരുന്ന പിള്ളേർക്കുള്ള പാരന്റ്സ് അഴിച്ചിട്ട നാണക്കടല്ലേ? അഡ്മിഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. ഞാൻ വിളിക്കാം. ഗുഡ് മോർണിംഗ്. അത് തന്നെ. ഓക്കെ. നോ, ഐ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഡ്രൈവറിനെ പുറത്ത് നിർത്തും. ഞാൻ പുറത്തേക്ക്. പുള്ളി പുറത്തേക്ക്. ഡ്രൈവറല്ലേ? പുറത്തേക്ക്. കൊച്ചിന്റെ കാര്യങ്ങളായിരുന്നു ഞാൻ തരാം. പുറത്തേക്ക്. അച്ഛനാ എന്റെ പപ്പ. ഇതല്ല ഭാര്യ. എവിടെ പോയാലും ഇത് തന്നെ. സാറിന് തെറ്റിപ്പോയല്ലേ? ഒരബദ്ധത്തെ ആർക്കും പറ്റും സാറേ. നിങ്ങൾക്കെല്ലാം അർത്ഥം പറ്റിയത് ഇതിനാണ്. ഓക്കെ. കൊച്ചിനൊന്ന് ചേർക്കാനായിട്ടാണ്. മോളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാറാണ്? ഞാനാണ് ഈ സ്കൂളിന്റെ EMT. ഞാൻ ഒന്നാനുള്ളി ഈ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ. അതെ എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ സ്കൂൾ മുതലാളി. മുതലാളി, ഞാൻ മുതലാളി. ഇത് മുതലാളി. ആ മുതലാളിയാണ്. എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ? അയ്യോ, ഈ മെമ്മോറിയലൊക്കെ ഒന്ന് ഈ മരിച്ചതിന് ശേഷമല്ലേ ഈ മെമ്മോറിയലൊക്കെ വെക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ മറിയാമ്മ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾഡ് ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട്. അത് മരിച്ചതിന് ശേഷമാണല്ലോ. പിന്നെ മരിച്ചതിന് മുമ്പ് വെച്ചാൽ അല്ല, മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ നമ്മുടെ സ്കൂളിൽ നമ്മളെ പേരിൽ സ്കൂൾ ഉണ്ടോ ഇല്ലേ? മെമ്മോറിയൽ അറിയാം നമ്മളെ മറ്റേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ബുദ്ധി വേണം. ഭയങ്കര ബുദ്ധിയുള്ള ആളാ. കൊച്ചിനിവിടെ കിട്ടിയത് നന്നായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല ഭാഷയാണല്ലോ അല്ലേ? ഓക്കെ, അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അല്ല, വേറെ കാര്യമുണ്ട്, അത് പറഞ്ഞില്ല. നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷാണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ അതെ, ക്ലാസ്സിൽ ഇംഗ്ലീഷ്. മലയാളമാണെങ്കിൽ മലയാളം തന്നെ പഠിക്കും. സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയാം, സംസാരിക്കണം. അപ്പൊ കണക്കാണെങ്കിലോ 1-2 പറഞ്ഞിരുന്നാൽ മതി. കുട്ടികളല്ലേ, കണക്കിന്റെ ക്ലാസ്സാണ് എളുപ്പം. അപ്പൊ അങ്ങനെ വേറെ സംസാരിക്കണം. 1-2 സംസാരിച്ചാൽ മതി. പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ്, ബുക്ക്, യൂണിഫോം, പിന്നെ ചെസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എല്ലാം ഈ സ്കൂളിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പഠിക്കാനുമായിട്ട് എവിടെ പോകണം? ഏതെങ്കിലും വിവരമുള്ള ടീച്ചറിനെ ട്യൂഷൻ വെച്ചാൽ മതി. ഏതെങ്കിലും വിവരമുള്ള ടീച്ചർമാരെ ട്യൂഷൻ വെച്ചാൽ മതി. അതാണ് ഇവിടുത്തെ പരിപാടി. ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച് യൂണിഫോം മാറി, കളറൊന്നുമില്ല, മാറി. ഇന്ന് ഈ വർഷം വേറെ. അയ്യോ, അത് അങ്ങനെ വർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ പാവപ്പെട്ടവർക്ക് അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റുമോ? അത് എന്റെ അളിയൻ പണങ്ങും. അളിയന്റെ കടയിൽ ഈ യൂണിഫോം ഇല്ല. അതുകൊണ്ട് അളിയന്റെ കടയിലുള്ളതേ നമുക്ക് വയ്ക്കാൻ പറ്റും. അളിയൻ പണങ്ങിയാൽ പിന്നെ അറിയാമല്ലോ, സ്കൂളില്ല. അളിയന്റെ കടയിൽ നിന്നാണ് ഇവിടെ സ്ഥിരം യൂണിഫോം. ഈ വർഷം ഇല്ലാന്ന്. അപ്പൊ ഇത് മോഡൽ ഇതാണോ? മോഡൽ ഇതല്ല, ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത്. അതെ, ഷർട്ടും അതൊക്കെ. സ്കേർട്ട്. അപ്പൊ ഷർട്ടും സ്കേർട്ടും. ഓക്കെ, പാവാട. ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇന്ന് വരുന്നത്. ഇംഗ്ലീഷ് പറയോ? സ്കേർട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മസ്റ്റ് ആയിട്ടും ടൈ കെട്ടണം. അത് കെട്ടും. ആ കാര്യത്തിൽ ഉറപ്പ്. എന്നാ അറിയാം, കുഞ്ഞനാൾ മുതൽ ആ കാര്യം ഞാൻ വിടാതെ പഠിപ്പിച്ചേക്കണേ. എന്ത് കേസ് എന്ത് തെറ്റ് ചെയ്താലും എന്റെ മുമ്പിൽ കൈ കെട്ടി അവിടെ നിൽക്കോളൂ. കൈ കെട്ടി കാണിച്ചു കൊടുത്തേ. അങ്ങനെ മാത്രമല്ല അത് പേരക്ക പറഞ്ഞപ്പോ ഞാൻ പുറകെ കൈ കെട്ടിച്ചില്ല. അതിന്റെ ഒരു സംശയം. അച്ഛന് ഭയങ്കര പേടിയാട്ടോ കൊച്ചിന്. അതെ. ഇയാളെ വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. കൈ കെട്ടാനല്ല പറഞ്ഞ, ടൈ കെട്ടാൻ. ടൈ എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. അവര് ചില ആപത്തുകൾ വരുമ്പോ അതൊക്കെ ഉപകാരപ്പെടും. പറയൂ. ജലദോഷമൊക്കെ വരുമ്പോ ചുമ്മാ ടൗലില്ലല്ലോ, അതുകൊണ്ട് മൂക്ക് അടയ്ക്കാം. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബീഷൻ? അതിനകത്ത് വേറെ ചിന്തയൊന്നുമല്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർ. മിനി എഞ്ചിനീയർ. മിനി അച്ഛായ വെറുതെ ഇരുന്നോട് വർത്താനം പറയരുത്. എന്റെ കൊച്ചല്ലേ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ വന്ന് തർക്കം ഉണ്ടാവരെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ഓരോ കെട്ടം മണിക്ക് പോയിട്ട് ഞാൻ തേക്കണ ശരിയല്ലെന്ന് പറഞ്ഞു ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പനും അമ്മയ്ക്കും എന്നെ വിളിക്കണത്. എന്റെ കൊച്ചൻ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ മാന്യമായിട്ട് തേക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണേ. അറിയോ, ഒരു അപ്പനും കൂടി കേൾക്കാതെ ഏതൊരു മേഖലയ്ക്ക് ആഗ്രഹമുള്ള എന്നിട്ട് അവിടെ ഡോക്ടർ ആക്കുന്നത്. നിങ്ങൾ വല്ല കെട്ടിടത്തിന് മേലിൽ വീണാലേ ആര് ചികിത്സിക്കും? അതിനുമായിട്ട് എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കും. എഞ്ചിനീയർ ആക്കണം. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ, പോലീസ് ആക്കണം. എന്നാൽ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തേണ്ടി വരും. എനിക്കൊരു പേഴ്സണൽ മാറ്റർ പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് അറിഞ്ഞ് പറ്റില്ല. ലോക്കൽസ് ആണ് സർ. വേണ്ട സർ, ഇവര് വേണ്ട സർ. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെയും. അല്ല, എന്റെ വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ പഠിച്ചല്ലേ? സെയിം പേജ്. ഞാനല്ല അച്ഛൻ. അയ്യോ, വിദ്യാഭ്യാസം വേണം. ഇല്ലാത്ത കുട്ടികളെ അഡ്മിഷൻ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ആദ്യം ഒരു അഡ്മിഷൻ നിന്ന് ഇവിടെ പഠിപ്പിക്കാവോ? ഉണ്ട് 10ാം ക്ലാസ് ആയതിനു ശേഷം കൊച്ചിനെ കൊണ്ടുവരും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ 2 അഡ്മിഷൻ ആയാലും നമുക്ക് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം. എന്നാലേ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതെ, വിദ്യാഭ്യാസം വേണം, അല്ലാതെ നടക്കൂല. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം.
മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയണം ദേവസ്വയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വവൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ പോലെ പറയും വവ്വാല്, പാറ്റ, ഞണ്ട്, ഓന്ത്, അരണ, ഉറുമ്പ്, അതുപോലുള്ള എല്ലാ സാധനവും കുഞ്ഞുനാളെ പോലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് മാത്രല്ല ഈ കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചിട്ടാണ് മുറ്റത്ത് കളിക്കാരനും പോകും. ഞാൻ പറയും വവ്വാല് വരും, വവ്വാന്ന് പറയുമ്പോ പേടിച്ചകത്ത് കയറും. അതൊക്കെ അറിയാം. ആ വവൽസ് അല്ല. മോൾക്കറിയോ വവൽസിനെ കുറിച്ച്? അറിയാം. അയ്യോ തലവേനയാണ്. എന്റെ അമ്മി അതല്ല. അയ്യോ AEIOU അതാണ് വവൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ്. അതാണ് വവ്വാല്. വെരി ഗുഡ്. അല്ലാതെ മറ്റേ ഈ വാഴയുടെ കൂമ്പിൽ മറ്റേ തേൻ കുടിക്കുന്ന പൂങ്കിടക്കുന്ന വവ്വാലല്ല. അതല്ല അല്ലേ? അതല്ല. AEIOU വവൽസ്. തേങ്കമ്പിയില് കണ്ടടിച്ചിറങ്ങും അതുമല്ലേ? അല്ല സർ, അതല്ലേട്ടാ, നമ്മൾ കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല മാറ്റില്ല, എനിക്ക് പൈസ ഇല്ല. ആ ബസ് തന്നെ ഓടിയത്, മറ്റേ ബസ് പാടുന്ന ശാരി കാര്യം പൈസ ഇല്ല. ബസ് മാറ്റിയിട്ടുണ്ട് അല്ലേ? അല്ല, അങ്ങനെ ബസ് മാറ്റുവാണെങ്കിൽ ബസ് മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണ് കാണാൻ പാടാത്ത ഡ്രൈവറെ ഒന്ന് മാറ്റും. ബസ് മാറ്റില്ല മാഡം പറയരുത്. അങ്ങനെ പൈസ ഇല്ല, ബസ് മാറ്റില്ല. അതല്ല ഞാൻ സിലബസ്. ഓക്കെ എന്തായാലും ആക്കട്ടെ. കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ഭയങ്കര കഴിവല്ലേ ഇവക്ക്. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത കഴിവാ. ഇവിടെ എഴുതുന്നത് ഇവക്കല്ലാതെ വേറെ കുഞ്ഞിനും വായിക്കാൻ പറ്റില്ല. എന്നാ കഴിവെന്നറിയാവോ? കുത്തിയിരുന്ന് നോക്കി എന്റെ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ വരാമോ? വെരി ഗുഡ്. അത് മാത്രമല്ല മിസ്സേ, ഒരു 5 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കൊടുത്ത് നോക്ക്. 3 മിനിറ്റ് തികച്ചെടുക്കത്തില്ല. അതിനു മുമ്പേ തീർത്തു വരും. അത് വേറെ കഴിവ്. അതെന്റെ അല്ലാട്ടോ ഇവിടെ വീട്ടുകാരുടെ കഴിവാണ്. അതിന്റെ കഴിവല്ല. ഒരു കാര്യം ഞാൻ പറയാം, അത് എന്റെ സാറിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കിയേ, സോപ്പ് പൊട്ടിയും സ്റ്റീൽ ഗ്ലാസും തട്ടി നടക്കാൻ പാടില്ല. കാരണം ആ പഞ്ചായത്തിലെ എല്ലാ തീറ്റ മത്സരത്തിലും ഇവിടെ ഫസ്റ്റ്. കാര്യത്തിൽ ഇവിടെ വെള്ളിയിട്ടുള്ളൂ, വേറെ ആരും. പ്ലീസ്. പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളിലെ വണ്ണാനുള്ളി അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻഡോള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ ഒന്ന് ശ്രദ്ധിക്കുന്ന സാറത് പറയുന്നില്ല. അത് ആ മാടാ പറയണത്. അത് ഞാൻ പുറത്തുനിന്ന് പഠിച്ചത്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് എടുത്തില്ല. ഓ, അമേരിക്കയിൽ നിന്ന് പഠിച്ച ആളാ? അതല്ല, സ്കൂളിന് പുറത്തുനിന്ന്, ക്ലാസ്സിന് പുറത്ത് ആ ചില വാക്കുകൾ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പുറത്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലിടാം. ഓക്കെ മാം, താങ്ക് യു. ഒരു കാര്യം പറട്ടെ, ആ സാധനം ഞങ്ങൾ എടുക്കാട്ടോ. എന്ത്? ഇപ്പൊ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുമ്പോ പറഞ്ഞ നമ്മളെ ഒരു ചെറിയ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന എടുത്താ പറയാൻ. എന്ത് വെയിറ്റ് മറ്റേ എടുക്കുമ്പോ പറഞ്ഞേ ജിമ്മി പോയിട്ട് ലിഫ്റ്റ് എടുക്കാം നമുക്ക്. അല്ല വേണ്ട ഏട്ടാ, ഞാനും ഒരെണ്ണം എടുക്കാം. ചെറുതെടുക്കാം. കൊച്ചിന്റെ നമ്മുടെ കൊച്ചിന്റെ ഞങ്ങൾ രണ്ടുപേരും ലിസ്റ്റ് എടുത്തേക്കാം. ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ നടു എടുക്കാൻ നോക്കണം. ഫോം അവിടെ ഉണ്ടല്ലോ അല്ലേ? സാറെന്താ അവരെ പുറത്താക്കിയത്? സാറെന്താ അവരെ പുറത്താക്കിയത്? വിവരമില്ലാത്തവരെ പുറത്താക്കണം. എന്നെ അങ്ങനെ സ്കൂളിൽ പുറത്ത് കയറുന്നത്. നമുക്ക് അവരെ വെയിറ്റിംഗ്. ഹലോ, വേറെ താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് നൈറ്റ്. ഓക്കെ, പിന്നെ കാണാം. സാർ ഉള്ളിൽ വിട്ടത് ഇങ്ങോട്ട് വാ. അതാ ഞാൻ ആലോചിച്ചത്. ഈ അഡ്മിഷൻ വന്ന ആളാ. സാറേ, ഓക്കെ, ഞാൻ MLA കത്തായിട്ട് വന്നതാണ്. പുറത്തൊരു ബോക്സ് ഉണ്ട്, അവിടെ ഇടുവോ? പോകോ? വെളിയിൽ ബോക്സ് പോസ്റ്റ്മാനായിരുന്നു. പോകോ പുറത്ത്? അതല്ല, ഈ MLA കത്ത് വന്ന് വിടത്തില്ലേ? ആ പോസ്റ്റ്മാൻ. അതല്ല, എറണാകുളം MLA ശിപാർശ എന്ന് പറയില്ലേ സാർ? സർ, റെക്കമെൻഡേഷൻ. അതെ, മൈ മിസ്റ്റേക്ക്. എനിക്ക് ചെലവാക്കിയിട്ടില്ല. ഓക്കെ. പറ, എന്താണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓ, ഓക്കെ. സാറ് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി വന്നത്. എന്താണ് കുഞ്ഞിന് വേണം? കുഞ്ഞിന് LPGയുടെ അഡ്മിഷൻ വേണം. LPGയുടെ അഡ്മിഷൻ വേണം. ഗ്യാസിന്റെ കണക്ഷനാ കൊടുക്കാനുണ്ടോ? അല്ലല്ല, ഗ്യാസല്ല. അതെന്താ അങ്ങനെ? LPG കേട്ടില്ലേ? LPG. ആ ഗ്യാസ്, അതന്നെ ഗ്യാസ്. LPG ULPG ഇല്ലേ?
സാറ് LKG ആണോ ഉദ്ദേശിക്കുന്നത്? ഓ സോറി മൈ മിസ്റ്റേക്ക്. LKG മൈ മിസ്റ്റേക്ക്. മൈ മിസ്റ്റേക്ക്. പുറത്തു നിന്നാണ് വിളിച്ചത്. ഞാൻ പുറത്തു നിന്നാണ് വിളിച്ചത് സാർ. ഞാനും പുറത്തു നിന്നാണ് വിളിച്ചത്. ഓക്കെ ചില വാക്കുകൾ കിട്ടുന്നില്ല. ചില വാക്കുകൾ കിട്ടും. ഓക്കെ. അപ്പോ എങ്ങനെയാണ് വേണ്ടത്? എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് നമ്മുടെ അഡ്മിഷൻ വേണം. അതിന്റെ നമുക്ക് എങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ നമുക്ക് നോക്കണ്ട. കെട്ടുകണക്കിന് പൈസ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് വിഷയമാണ്. പൈസ വേണം. പൈസ വേണം. ഒപ്പം പൈസ വേണം. ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല നമുക്ക്. ഓക്കെ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. നമുക്ക് അഡ്മിഷൻ കൊടുക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അഡ്മിഷൻ തരണം സാർ. കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമുക്ക് കൊടുക്കാം. അല്ല സർ, കുട്ടിയെ കാണാണ്ട് ശരിയാവില്ല സർ. കുട്ടിയെ കാണണം. കുട്ടി കാണേണ്ട MLA വിളിച്ചു പറഞ്ഞാണല്ലോ. MLA വിളിച്ചു പറഞ്ഞാൽ MLA കേട്ടിട്ടുണ്ടോ കുട്ടിയെ? MLA കാണിക്കാം, ഞാൻ കാണിച്ചോളാം. കുട്ടി നാട്ടിൽ ഫേമസ് ആണോ? ഭയങ്കര ഫേമസ് ആണ്. ഞാനൊക്കെ നിങ്ങളെ കുട്ടി അറിയാമോ? എനിക്ക് അത്ര പരിചയമില്ല. വൈഫിന് അറിയാലോ. വൈഫിന് അറിയാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെന്താ എന്നാലും പറ്റില്ല സർ. വേണ്ട ഉണ്ടല്ലോ. സർ പൈസ ഉണ്ട്, പൈസ. കുട്ടി വിളിക്കും. സർ, നമ്മൾ എല്ലാരെയും ഇന്റർവ്യൂ ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനുസരിച്ച് സർ, കുട്ടി വിളിക്കട്ടെ. കുട്ടിയെ വിളിക്കണം. സ്റ്റെഫി. ആ കുട്ടി. ആ ഓക്കെ. സ്റ്റെഫി. നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിഷൻ. മോളെ, ഇതാണ് നിന്റെ സ്കൂള്. ഇവിടാണ് നീ പഠിക്കാൻ പോകുന്നത്. ഇതാണ് മാഡം. കണ്ടോ, അതാണ് മാഡം. ഇത് ഇവിടുത്തെ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. വയറിനുള്ളിൽ തനിക്ക് വട്ടാണോ? വയറിനടക്കണോ? കുട്ടിയെ കൊണ്ട് ഗർഭിണിയെ കൊണ്ട് ഇവിടെ വരാൻ തനിക്ക് വട്ടാണോ? വയറിനുള്ളിൽ മുട്ടായിട്ട് വന്നാൽ എന്താണ് കുഴപ്പം? പിന്നെ എടോ 5 വർഷമായി. എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. അതുകൊണ്ട് അന്ന് പോലെ ഞാൻ കയറുന്നത് ഇന്ന് വരെ അവനൊരു അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിന് ഇപ്പോഴെങ്കിലും ഞാൻ അഡ്മിഷൻ വന്നില്ലെങ്കിൽ ഇത് ജനിക്കുമ്പോഴെങ്കിലും എനിക്ക് റീയാകുമോ? താനൊരു കാര്യം ചെയ്യും. ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. എന്നാൽ ഇവിടെ അഡ്മിഷൻ ഓക്കെ. അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാനോ? ഓക്കെ.